അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വിഷു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് രാത്രി. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇതാ നമ്മുടെ ഫസ്റ്റ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്, പടക്കം പൊട്ടിക്കൽ. അങ്ങനെ ദാ അമ്മ വിഷുക്കണി ഒരുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ദാ പീഠത്തിന് മുകളിൽ കൃഷ്ണനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കൃഷ്ണന് ഒരു തുളസിമാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കൃഷ്ണൻ്റെ സൈഡിലായിട്ട് കിണ്ടിയും അതുപോലെ തന്നെ ആധ്യാത്മരാമായണവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കൃഷ്ണൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സും അതുപോലെ തന്നെ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് വിളവെടുത്ത പച്ചക്കറികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിളക്കും അതുപോലെ തന്നെ അഷ്ടമംഗല്യമൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ കിടന്നു കേട്ടോ. പിന്നെ ഒരു 3 മണിയായപ്പോൾ അമ്പലത്തിൽ നിന്ന് വിഷുക്കണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട ശേഷം ദാ നമ്മുടെ വീട്ടിലും വിളക്കൊക്കെ വെച്ച് എല്ലാവരും കണി കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദാ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം അമ്മ രാവിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചമ്മന്തിയും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ദാ ഫുഡൊക്കെ റെഡിയാക്കിയ ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതാ ഉച്ചത്തേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു സദ്യ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ ദാ എല്ലാ പ്രാവശ്യത്തെയും പോലെ ആദ്യം തന്നെ പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വറുത്തെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇതാ പുളിയും പിഴിഞ്ഞൊഴിച്ച് 2 കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അമ്മ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ചേർക്കാനുള്ള വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് പുളി കൂടി ഒഴിച്ചു കൊടുത്ത് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ അതാ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോറിനുള്ളത്. പിന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ പായസം ഏറ്റവും അവസാനമാണ് ഉണ്ടാക്കാറ്. അതുകൊണ്ട് തന്നെ അത് കൊഴുത്ത് കിട്ടാറില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഒരു വെള്ളം പോലെ പാല് മേളിലും അട താഴെയായിട്ടാണ് കിടക്കാറ്. കുറുകി അങ്ങ് കിട്ടാറില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ പായസം കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് വെള്ളം തിളപ്പിച്ച ശേഷം അതിലേക്ക് അട ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. അട വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പാല് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സ് ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും നമുക്ക് ആഡ് ചെയ്യാനായിട്ടില്ല.
അങ്ങനെ ദാ പായസം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അവിയലിലേക്കുള്ള കഷ്ണങ്ങൾ കൂടി അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അവിയലിലേക്കുള്ള കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് അമ്മ മാങ്ങാച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് നമ്മൾ അവിയൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചെറിയ ഗ്യാസിലേക്ക് മാറ്റി വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം എല്ലാ പ്രാവശ്യവും നമ്മൾ എന്ത് വിശേഷം വന്നാലും സദ്യയോടൊപ്പം പയറുതോരനോ ക്യാബേജ് തോരനൊക്കെയാണ് ഉണ്ടാക്കൽ. അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ഇടിച്ചക്കത്തോരനാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ അമ്മ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ കൊണ്ടുവന്ന വാഴയിലൊക്കെ ഞാൻ തുടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നീട് എല്ലാ സദ്യയുടെ വിഭവങ്ങളും വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെക്കാളും വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ ഒരു കുട്ടി സദ്യയായിരുന്നു കേട്ടോ. ഇഞ്ചിപ്പുളി, അച്ചാർ, പച്ചടി, ഓലൻ, ഇടിച്ചക്കത്തോരൻ, അവിയൽ, സാമ്പാർ, ചോറ്, പപ്പടം, പഴം ഇത്രയൊക്കെ ആയിരുന്നു. പിന്നെ മോരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ സദ്യ. പിന്നെ അടപ്പായസമാണ് കേട്ടോ വെച്ചത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ചു കേട്ടോ. പിന്നീട് വൈകുന്നേരം ആയപ്പോഴേക്കും വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള കുറച്ച് പടക്കങ്ങളും കൂടി പൊട്ടിച്ച് തീർക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു പൂത്തിരിയോട് കൂടി നമ്മുടെ വിഷു പടക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലാവരും സദ്യയൊക്കെ കഴിച്ച് കിടക്കാനായിട്ട് പോവുകയാണ്. വിഷു വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.